അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023-24 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ എല്ലാ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ആദ്യമായിട്ട് താരീഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. 14, ഗസ്വത്ത്, 70, 3000, 300, സരിയ. താഴെ കൊടുത്ത ഭാഗങ്ങളിലേക്ക് ഈ പദങ്ങൾ ചേർത്ത് യോജിപ്പിക്കുക. നമുക്ക് നോക്കാം. ചോദ്യം 1. ഖന്തഖിൽ കിടങ്ങ് കീറിയ സ്വഹാബികൾ 3000. ചോദ്യം 2. ഉഹദിൽ ഷഹീദായ സ്വഹാബികൾ 70. ചോദ്യം 3. ഉഹദ് യുദ്ധത്തിൽ വഴിയിൽ വെച്ച് മടങ്ങിയ മുനാഫിഖുകൾ 300. ചോദ്യം 4. ബദറിൽ ഷഹീദായ സ്വഹാബികൾ 14. ചോദ്യം 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ച യുദ്ധം ഗസ്വത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധം സരിയ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. സമാധാനത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ചോദ്യം 2. ബദറിൽ മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു. ചോദ്യം 3. ഖന്തഖിന് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹ്സാബ് എന്നും പേരുണ്ട്. ചോദ്യം 4. സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ചോദ്യം 5. ബദറിൽ തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്ത് മോചിതരായി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം എണ്ണം എഴുതാം എന്നതാണ്. ചോദ്യം 1. ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി യോദ്ധാക്കൾ 70. ചോദ്യം 2. ബദറിൽ ഖുറൈശികളുടെ കുതിരകൾ 200. ചോദ്യം 3. ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ 23. ചോദ്യം 4. ഉഹദിൽ ശത്രുക്കളുടെ കുതിരകൾ 200. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഉഹദിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്നത് ആരാണ്? ഉത്തരം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ചോദ്യം 2. ബദറിൽ തടവുകാരാക്കപ്പെട്ട ദരിദ്രരിൽ ചിലർ മോചിതരായത് എങ്ങനെ? ഉത്തരം മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ. ചോദ്യം 3. പ്രതിരോധത്തിന് സത്യവിശ്വാസികൾക്ക് അനുവാദം ലഭിച്ചത് എപ്പോൾ? ഉത്തരം ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിൽ. ചോദ്യം 4. ഉഹദ് യുദ്ധം ഉണ്ടായ വർഷവും മാസവും ഏത്? ഉത്തരം ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസത്തിൽ. ചോദ്യം 5. മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം ബനു ഖൈനുഖാഅ്, ബനു ഖുറൈള, ബനു നളീർ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ചോദ്യം 2.
ഹിജ്റ 5-ാം വർഷം ഷവ്വാലിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 10,000 പേരെ അടങ്ങുന്ന ഒരു സൈന്യം ഗത്തുഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഇനി നമുക്ക് തജ്വീദിൻ്റെ പേപ്പറിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. തജ്വീദിൻ്റെ ചോദ്യപേപ്പറിലെ ആദ്യത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അൽ കിറാമിൽ ബററ അവസാനത്തിലാണ് വരിക. അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് വഅല്ലമഹു സുക്കൂനായിരിക്കും. ഹർഫുകളുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ചോദ്യവും നോക്കാം. ചോദ്യം 1. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ചോദ്യം 2. 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. ചോദ്യം 3. എല്ലാ ഹാഉകളും പദത്തിൻ്റെ അവസാനത്തിലാണ് വരിക. ചോദ്യം 4. സക്കത്തയുടെ ഹാഇന് എപ്പോഴും സുക്കൂനായിരിക്കും. ചോദ്യം 5. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ചോദ്യം 6. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തെരഞ്ഞെടുത്തെഴുതാം. 1. ഇസ്തിഅലായിൻ്റെ ഹർഫുകൾ. ഇവിടെ നൽകിയ അക്ഷരങ്ങളിൽ നിന്ന് ഇസ്തിഅലായിൻ്റെ അക്ഷരങ്ങൾ മാത്രം എടുത്തെഴുതുക. സ്വാദ്, ഖാഫ്, ഖാ, ഖുസ്വ, ലിഗത്തിൻ, ഖിൽ. ഇതിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കി അതിലുള്ള അക്ഷരങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുത്തെഴുതേണ്ടത്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. ഇത്തുബാഖ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. ചോദ്യം 2. ഇസ്തിഅല. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ചോദ്യം 3. റിഹ്വ്. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. ചോദ്യം 4. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ് എന്ന് പറയുന്നു. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഓരോ ഉദാഹരണം എഴുതാം. ചോദ്യം 1. ഹാ ഉത്തഅനീസ്. അതിൻ്റെ ഉദാഹരണം അൽ ഖാരിഅതു മൽ ഖാരിഅ വഫാകിഹത്തിൻ കസീറ ആമിലത്തുൻ നാസിബ. ഇതെല്ലാം തഅനീസിൻ്റെ ഹാഇൻ്റെ ഉദാഹരണമാണ്. ചോദ്യം 2. സക്കത്തയുടെ ഹാഇന് ഉദാഹരണം മാഹിയ, ഇഖ്തദിഹ്, മാലിയ, ഹിസാബിയ, കിതാബിയ. ചോദ്യം 3. ഹാ ഉൽ അമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂന് വന്നതിന് ഉദാഹരണം വ ഇലൈഹിൽ മസ്വീർ. ചോദ്യം 4. ഹാ ഉൽ അമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിൻ്റെ ഉദാഹരണം അൻഹു. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്താണ്? ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. ചോദ്യം 2. ഹാ ഉത്തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഉത്തരം താ ആ ഇട്ട് ഓതണം. ചോദ്യം 3. സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്ക്. ചോദ്യം 4. പതിവാക്കൽ സുന്നത്തായ 2 ആയത്തുകൾ എഴുതാം. ഉത്തരം ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന. ചോദ്യം 5. ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? ഉത്തരം അല്പമെങ്കിലും ഖുർആൻ മനപാഠമില്ലാത്തവനെ സംബന്ധിച്ച്.
ചോദ്യത്തിൻ്റെ ആറാമത്തെ രൂപം പൂരിപ്പിക്കാം. ഒരു പ്രദേശത്ത് ഖുർആൻ മനപാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഇനി നമുക്ക് അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് കാണാം, അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നാവാണ്, സ്ത്രീകളെയാണ് തഖ്വ ചെയ്യുക, മായ്ച്ചു കളയും, സൽക്കർമ്മം ചെയ്യുക. നമുക്ക് താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് യോജിച്ച ഭാഗം ഏതാണ് അത് ചേർത്ത് എഴുതണം. ചോദ്യം 1, മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ്. ചോദ്യം 2, നരകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. ചോദ്യം 3, മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. ചോദ്യം 4, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. ചോദ്യം 5, ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. ചോദ്യം 6, നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ചോദ്യം 2, അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം യകുൻ തറാഹു ഫഇന്നഹു യറാക്. ചോദ്യം 3, കേട്ടതെല്ലാം പറയുന്നതും ശരിയല്ല, അതിൽ കളവ് വന്നു ചേരാനിടയുണ്ട്. ചോദ്യം 4, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ചോദ്യം 5, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1, നാവിൻ്റെ ദോഷങ്ങൾ. ഉത്തരം: ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ. ചോദ്യം 2, ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. ഉത്തരം: ഇൽമു പഠിക്കുക, നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ചോദ്യം 3, സൽ സ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ. ഉത്തരം: നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക, നന്ദിയുള്ളവനാവുക, സത്യസന്ധത ഉണ്ടാവുക, പാപങ്ങൾ വെടിയുക. ചോദ്യം 4, മനസ്സിൻ്റെ രോഗങ്ങൾ. ഉത്തരം: അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1, സൽ സ്വഭാവം. ഉത്തരം: പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ചോദ്യം 2, ഇഖ്ലാസ് വ്യക്തമാക്കാം. ഉത്തരം: അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ചോദ്യം 3, തസ്കിയത്തുൽ ഖുലൂബ്. ഉത്തരം: ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, ഖൽബിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു? ഉത്തരം: ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക, അതാണ് ഖൽബ്.
ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ്. ഡിസോർഡറിൽ നൽകിയ ഭാഗം ഓർഡറിലാക്കി മാറ്റുക. അതിനെ ഓർഡറിലാക്കി മാറ്റിയ രൂപം ഇങ്ങനെയാണ്: മയ്യൽമനുലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹു അൽ ജന്ന. ഇനി നമുക്ക് അഖീദയുടെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അഖീദയുടെ ചോദ്യപേപ്പറിലെ ആദ്യത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. നമുക്ക് വലതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിൽ നിന്ന് ഇടതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങളുടെ അഥവാ പദങ്ങളുടെ ശരിയായ ഭാഗം ഒന്നാമത്തെ ചോദ്യത്തിന് നൽകുക എന്നതാണ്. നമുക്കത് ശരിയാക്കിയ രൂപം നോക്കാം. ചോദ്യം 1, ഈജിപ്ത് ഗവർണർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ചോദ്യം 2, നൈൽ നദി. 3, പ്രവാചകരുടെ മുഅ്ജിസത്ത് മരണാനന്തരവും നിലനിൽക്കും. ചോദ്യം 4, ശിർക്ക് ബഹുദൈവ വിശ്വാസം. ചോദ്യം 5, സിഫാത്ത് വിശേഷണങ്ങൾ. ചോദ്യം 6, ഏകദൈവ വിശ്വാസം തൗഹീദ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ചോദ്യം 2, വ ഇൻ കാനല്ലാഹു യുജിരിക്കി ഫസ്അലുൽ വാഹിദൽ ഖഹാറ അൻ യുജിരിയക. ചോദ്യം 3, ചൂടിനു പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത്. ചോദ്യം 4, ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും. ചോദ്യം 5, വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയാ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം മുഅ്ജിസത്തിന് ഓരോ ഉദാഹരണം എഴുതാം. ചോദ്യം 1, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് ഖുർആൻ, ഇസ്രാ, മിഅ്റാജ് യാത്രകൾ, ചന്ദ്രൻ പിളർന്നത്. ചോദ്യം 2, മൂസാ നബി അലൈഹിസ്സലാമിയുടെ മുഅ്ജിസത്ത് ഒരു വടി അത് നിലത്തിട്ടാൽ ഭീകരമായ ഒരു സർപ്പമാവുകയും കയ്യിലെടുത്താൽ അതൊരു വടിയാവുകയും ചെയ്യുന്നു. ഒരു വടി അത് നിലത്തിട്ടാൽ ഭീകരമായ ഒരു സർപ്പമാവുകയും കയ്യിലെടുത്താൽ അതൊരു വടിയാവുകയും ചെയ്യുന്നു. ചോദ്യം 3, ഈസാ നബി അലൈഹിസ്സലാമയുടെ മുഅ്ജിസത്ത് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ച് നൽകിയിരുന്നു, രോഗങ്ങളെ സുഖപ്പെടുത്തിയിരുന്നു. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വ്യക്തമാക്കാം. ചോദ്യം 1, മുഅ്ജിസത്ത് എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം: മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ചോദ്യം 2, ഇബാദത്ത്. ഉത്തരം: അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ചോദ്യം 3, കറാമത്ത്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. ചോദ്യം 4, അംബിയ മുർസലുകൾ. വ്യക്തമാക്കാം. ഉത്തരം: അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം: മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവ അവതരിപ്പിക്കാൻ കഴിയും. മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ.
മാജിക്ക് പരാജയപ്പെടുത്താനും കഴിയും. ചോദ്യം 2. ഔലിയാക്കൾ എന്ന് പറയുന്നത് ആർക്കാണ്? ഉത്തരം: അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ്. ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗം ഓർഡറിലായിട്ട് എഴുതുക. ആ ഡിസോർഡറിലായ ഭാഗത്തെ നമുക്ക് ഓർഡറിലാക്കിയിട്ട് എഴുതാം. ജീവിതകാലത്തിന് പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യപേപ്പറിലെ 1ാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഇവിടെ വലതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങൾക്ക് ഇടതുഭാഗത്തിലുള്ള പദങ്ങളെ ചേർത്ത് എഴുതുക. ചോദ്യം 1. 2 ബാങ്ക് സുന്നത്തുണ്ട് ജുമുഅക്ക്. 2. ഹൈളിൻ്റെ ചുരുങ്ങിയ സമയം 1 ദിവസം. ചോദ്യം 3. നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം 1 സെക്കൻഡ്. ചോദ്യം 4. നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ചോദ്യം 5. നായയിൽ നിന്ന് ജന്മം കൊണ്ടവ മുഗല്ലൽ. ചോദ്യം 6. മലം മുതവസ്സിത്ത്. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. ത്വാഹിറായ വെള്ളം. ഉത്തരം: കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ വെള്ളം. ചോദ്യം 2. ഫർള് ഐൻ 5 വക്ത് നിസ്കാരം, റമളാനിലെ നോമ്പ്. ചോദ്യം 3. ഹലാലിൻ്റെ മറ്റു പേരുകൾ. മുബാഹ്, ജായിസ്. ചോദ്യം 4. സുന്നത്തിൻ്റെ മറ്റു പേരുകൾ. ഉത്തരം: മന്ദൂബ്, തതവ്വുഅ്, നഫിൽ, മുസ്തഹബ്. ചോദ്യം 5. വുളൂഇൻ്റെ സുന്നത്തുകൾ. വുളൂഇൻ്റെ സുന്നത്തുകൾ നോക്കി മനസ്സിലാക്കുക. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. ഫർള് കിഫായ എന്നാൽ എന്ത്? വ്യക്തമാക്കാം. ഉത്തരം: സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും ആണ്. ചോദ്യം 2. അത്തഹൂറു. തഹൂർ എന്നാൽ വ്യക്തമാക്കാം. ഉത്തരം: സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. ചോദ്യം 3. മുത്തനജ്ജിസ്. ഉത്തരം: നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. ചോദ്യം 4. മുസ്തഅമൽ. ഉത്തരം: ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർളത്തുൽ ലിർറബ്ബി. ചോദ്യം 2. വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും. ചോദ്യം 3. ഇഖാമത്തിൻ്റെ പദങ്ങൾ 2 ചേർത്ത് പറയൽ സുന്നത്താണ്. ചോദ്യം 4. അഖാമഹല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സാലിഹി അഹ്ലിഹ. ചോദ്യം 5. ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. തയമ്മുമിന് എങ്ങനെ നിയ്യത്ത് ചെയ്യാം? ഉത്തരം: ഫർള് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. ചോദ്യം 2. അവർക്കാണ് സർവനാശവും
എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണത്? ഉത്തരം: നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്ക്. ഇനി നമുക്ക് ലിസാനിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ കാണാം. ലൈബ, യുനല്ലിഫാനി, ബിദ്ലത്തുൻ, കതബ, യഅമലൂന, യദ്ഹബൂന. ചോദ്യം 1. അൽ ഉമ്മാലു യഅമലൂന ഫിൽ മസ്റഇ. ചോദ്യം 2. അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദി. ചോദ്യം 3. ഹാമിദുൻ കതബദ്ദർസ. ചോദ്യം 4. അത്വാലിബാനി ലഇബ ബിദ്ദുവാമ. ചോദ്യം 5. ജുനൈദുൻ വനബീലുൻ യുനല്ലിഫാനി അല്ലസ്നാന. ചോദ്യം 6. യൽബസു നൗഫലുൻ ബിദ്ലതൻ റസ്മിയ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുകമ്മിലു അൽ ജദ്വല. ഇവിടെയുള്ള കോളങ്ങൾ പൂർത്തിയാക്കുക. 1. ഖറജ ഖറജ ഖറജു. യഖ്റുജു യഖ്റുജാനി യഖ്റുജൂന. 2. സല്ലമ സല്ലമ സല്ലമു. യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന. 3. കാന കാന കാനു. യകൂനു യകൂനാനി യകൂനൂന. അഥവാ മാദിയിൽ നിന്ന് മുഫ്രദ് മുസന്ന ജമ്മ്, മുളാരിയിൽ നിന്ന് മുഫ്രദ് മുസന്ന ജമ്മ് എന്നിവയെ എഴുതണം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുറത്തിബു, നമുക്ക് ക്രമത്തിലാക്കാം. ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗത്തെ ഓർഡറിലാക്കണം. യദ്ഹബു അബി ഇലസ്സൂഖി. യദ്ഹബു അബി ഇലസ്സൂഖി. ചോദ്യം 2. യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി. യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി. ചോദ്യം 3. അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു സുമ്മ സുബ്ഹുഹാ. അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു സുമ്മ സുബ്ഹുഹാ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുൻഷിഹു ഹാദിയിൽ അഫ്ആൽ. നുസന്നി ഹാദിയിൽ അഫ്ആൽ. ഇവിടെ കൊടുത്ത പദങ്ങളുടെ തസ്നിയ എഴുതുക. യജ്ലിസു യജ്ലിസാനി. യദ്ഹബു യദ്ഹബാനി. കതബ കതബാ. ഖാല ഖാലാ. ഗസല ഗസല. യഗ്സിലു യഗ്സിലാനി. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ്. ചോദ്യം 1. യഖില ജുനൈദും മിനൻ നൗമി മുബക്കിറൻ ഖബലൽ ഫജ്രി. അതിൻ്റെ അർത്ഥം: ജുനൈദ് ഉറക്കിൽ നിന്ന് പ്രഭാതത്തിന് മുമ്പ് നേരത്തെ ഉണർന്നു. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം നുതമ്മിമു, പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. അയ്യുഹൽ മബ്ഊസു ഫീന ജിഅത ബിൽ അംരിൽ മുതാഅ. ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാ. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.